ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് മൂന്നാം വട്ടവും തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകുന്നു. സാങ്കേതിക വിദ്യ എല്ലാവർക്കും ലഭ്യമാകണമെന്നും നിർമ്മിത ബുദ്ധിയിൽ സർക്കാർ നിക്ഷേപം നടത്തുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. വാർത്തകൾ വിശദമായി. എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് മൂന്നാം വട്ടവും തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാം ലോക്സഭയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിൽ രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാരിന്റെ പ്രകടനത്തിനാണ് ജനങ്ങൾ മറുപടി നൽകിയത്. എൻഡിഎയുടെ തുടർച്ചയായ വിജയം അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്നുള്ള ഭരണത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഈ സർക്കാരിന് പ്രേരണയാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് സഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗ്ലോബൽ ഇന്ത്യ എഐ ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും സാങ്കേതിക വിദ്യ ലഭ്യമാകണം എന്നും സാങ്കേതിക വിദ്യയുടെ മേൽ ആർക്കും ആധിപത്യം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഐ സാങ്കേതിക വിദ്യയിൽ സർക്കാർ നിക്ഷേപം നടത്താൻ ലക്ഷ്യമിടുന്നതായും നൈപുണ്യ വികസനത്തിന് സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നതായും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. എഐ ഇന്നവേഷൻ സെന്റർ ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്രം നടപ്പിലാക്കുന്ന ആസ്പിരിയേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സമ്പൂർണ്ണത അഭിയാൻ നടപ്പിലാക്കുന്നത്. ഈ പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. ആസ്പിരിയേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഉൾപ്പെട്ട സംസ്ഥാനത്തെ ഏക ജില്ലയാണ് വയനാട്. വയനാട്ടിലെ 4 ബ്ലോക്കുകളും ആസ്പിരിയേഷണൽ ബ്ലോക്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസക്കാലം നീണ്ടുനിൽക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിയിലൂടെ ജില്ലയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. വയനാടിനും കാസർഗോഡിനും പുറമെ ഇടുക്കി ജില്ലയിലെ അഴുത ദേവികുളം, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി കൊല്ലങ്കോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് ആസ്പിരിയേഷണൽ ബ്ലോക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 30-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. നാളെ മുതൽ ഈ മാസം 11 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 12-ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15-ആണ്. വോട്ടെണ്ണൽ 31-ന് നടക്കും. ഇന്നലെ മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 12 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പയ്യോളിയിൽ കുളത്തിൽ കുളിച്ച മറ്റൊരു കുട്ടിയുടെ പരിശോധനാഫലം 2 ദിവസത്തിനകം ലഭ്യമാകും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 11 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം. ഇന്നത്തെ സമ്മേളനവും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 10-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ അവസരങ്ങളുടെ വാതിൽ തുറന്ന് സംസ്ഥാന സർക്കാർ. ഇടുക്കി ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ 392 പേർക്ക് ജോലി ലഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സ്വകാര്യ തൊഴിൽദാതാക്കളെ കോർത്തിണക്കി മാർക്കറ്റിംഗ്, സെയിൽസ്, ഐടി, ആരോഗ്യം, വ്യവസായം, അധ്യാപനം, ബാങ്കിംഗ് തുടങ്ങിയ നിരവധി മേഖലകളിലാണ് അവസരങ്ങൾ ഒരുക്കുന്നത്. ഇതിനായി 2023-24 സാമ്പത്തിക വർഷത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കുടുംബശ്രീ എന്നിവയിലൂടെ ജില്ലയിൽ 7 തൊഴിൽ മേളകൾ നടത്തി. പുളിയൻമല ക്രൈസ്റ്റ് കോളേജ്, കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, കുട്ടിക്കാനം MBC കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിലുള്ള മേളകൾ. 2832 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതിൽ 238 പേർക്ക് ജോലി ലഭിച്ചു. 53 തൊഴിൽദാതാക്കൾ ഉദ്യോഗാർത്ഥികളെ തേടിയെത്തി. 1416 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതിൽ 154 പേർക്കാണ് ജോലി കിട്ടിയത്. 88 കമ്പനികൾ മേളയുടെ ഭാഗമായി. 2024-ലെ ദേശീയ അധ്യാപക അവാർഡിന് അർഹരായ അധ്യാപകരിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നോമിനേഷനുകൾ ക്ഷണിച്ചു.
ഓൺലൈൻ നോമിനേഷനുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 ഈ വർഷം ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ 3 ഘട്ടങ്ങളിലായി 50 അധ്യാപകരെ തെരഞ്ഞെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സെപ്റ്റംബർ 5-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന അധ്യാപക ദിന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖസാക്കിസ്ഥാനിലെ അസ്താനയിൽ എത്തി. ഖസാക്കിസ്ഥാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു. മധ്യേഷ്യയിൽ നയതന്ത്ര പങ്കാളിത്തം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഖസാക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. ഷാങ്ഹായ് മേഖലയിലെ സുരക്ഷ, സാമ്പത്തിക സഹകരണം, ഐക്യം തുടങ്ങിയവ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ മുഖ്യ പരിഗണനയെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഷൊർണൂരിനും കണ്ണൂരിനും ഇടയിൽ റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക തീവണ്ടിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇന്നലെ വൈകിട്ട് 3:40-ന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ രാത്രി 7:30-ന് കണ്ണൂരിൽ എത്തി. ലോക്കോ പൈലറ്റുമാരെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി. കണ്ണൂരിൽ നിന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 8:10-നും ഷൊർണൂരിൽ നിന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3:40-നുമാണ് ട്രെയിൻ സർവീസ് നടത്തുക. മംഗളൂരു നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഇന്നു മുതൽ കന്യാകുമാരി വരെ സർവീസ് നടത്തും. ഇന്നു മുതൽ പുതിയ 2 ജനറൽ കോച്ചുകളടക്കം 23 കോച്ചുകൾ ഉണ്ടാകും. രാവിലെ 5:05-ന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് 9:15-ന് കന്യാകുമാരിയിലെത്തും. തിരിച്ച് പുലർച്ചെ 3:45-ന് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9:10-ന് മംഗളൂരുവിൽ എത്തും. കഴിഞ്ഞ മാസം 30 വരെ പത്തനംതിട്ട ജില്ലയിൽ 1.75 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി റിപ്പോർട്ട്. 130 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. ഏത്തവാഴ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജൂൺ 1 മുതൽ 30 വരെയുള്ള ശക്തമായ മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ കണക്കനുസരിച്ച് 1.75 കോടിയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. 130 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. 1022 കർഷകർക്ക് വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഏത്തവാഴ കൃഷിയാണ് കൂടുതൽ നശിച്ചിട്ടുള്ളത്. ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ കർഷകർക്കാണ് ജില്ലയിൽ ഏറെ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. 21,000-ലേറെ കുലയ്ക്കാത്ത വാഴകൾ നശിച്ചതിൽ 42.48 ലക്ഷം രൂപയും 10,620 കുലച്ച വാഴ നശിച്ചതിൽ 1.26 കോടിയും നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. 1.08 ഹെക്ടറിൽ മാത്രമാണ് പച്ചക്കറി കൃഷി നശിച്ചിട്ടുള്ളത്. വെള്ളം കയറി 4 ഹെക്ടറോളം സ്ഥലത്തെ എള്ള് നശിച്ചിട്ടുണ്ട്. കപ്പ, തെങ്ങുകൾ എന്നിവയും നശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. മറ്റന്നാൾ സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. ഈ മാസം 6-ന് പോർച്ചുഗൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. നെതർലാൻഡ്സും തുർക്കിയെയും തമ്മിലുള്ള കളി ഈ മാസം 7-ന് നടക്കും. ഇന്ത്യ സിംബാബ്വെ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഈ മാസം 6-ന് തുടക്കം. മലയാളി താരം സഞ്ജു സാംസൺ, ശിവം ദുബെ, യശസ്വി ജയ്സ്വാൾ എന്നിവരെ പരമ്പര ടീമിൽ ഉൾപ്പെടുത്തി. എന്നാൽ ഇവർ ആദ്യ 2 മത്സരങ്ങളിൽ കളിച്ചേക്കില്ല. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 121ആയി. 28 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024-25 അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, പുതിയ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ തുടങ്ങിയവ പോർട്ടലിലൂടെ നടത്താനാകും. ഓഗസ്റ്റ് 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ KSU നേതാവിനെ SFIക്കാർ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ചെന്ന് പരാതി. പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് അർദ്ധരാത്രി MLAമാരുടെ നേതൃത്വത്തിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ KSU പ്രവർത്തകർ ഉപരോധിച്ചു. MLAമാരായ ചാണ്ടി ഉമ്മൻ, M. വിൻസെന്റ്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഉപരോധം. പ്രധാന വാർത്തകൾ വീണ്ടും. NDA സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 3ാം വട്ടവും തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകുന്നു. സാങ്കേതിക വിദ്യ എല്ലാവർക്കും ലഭ്യമാകണം എന്നും നിർമ്മിത ബുദ്ധിയിൽ സർക്കാർ നിക്ഷേപം നടത്തുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.